इत्यर्थम् अश्विनी नक्षत्रे मेषरासौ जातस्य It's really strange. ഒരിക്കലും കാണാത്ത ഇടപഴകാത്ത രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുക, പിന്നെ സ്നേഹിക്കുക, മനസ്സിലാക്കുക, ജീവിക്കുക. ഫിക്ഷൻ പോലെ തോന്നുന്നു. ക്രേസി ആചാരം. എനിവേ, അഭിരാമി ലക്കിയ. നമ്മുടെ പട്ടിര് ആളൊരു പാവ. അടുത്തറിയാവുന്നവർ ചിലപ്പോ ഒരുമിച്ച് ജീവിക്കാൻ മറന്നു പോവാറുണ്ട്. യോ, എന്റെ കാര്യം മോളെങ്ങനെ അറിഞ്ഞത്? പക്ഷേ കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കുന്ന രസമാണെന്നാ എന്നോട് അപ്പ പറഞ്ഞത്. ചേല എടുത്തപ്പോ തനി പട്ടത്തി. ദേവി ഇങ്ങനെ കാണാനാ ചേല്. എങ്ങനെയുണ്ട് എന്റെ വേഷം? വെങ്കിക്ക് വിവാഹ ചടങ്ങുകൾ ഒഴിഞ്ഞു നിൽക്കായിരുന്നു. സ്വയം ശിക്ഷിക്കാനാണെന്ന് എനിക്കറിയാം. ഹേയ്, ദേവി വരുമല്ലോ എന്ന് കരുതി ഒന്ന് കാണണമെന്ന് തോന്നി. ദേവിക്ക് ബുദ്ധിമുട്ടായോ? വിവാഹം വാദ്യരായപ്പോ കുറെ ഫിലോസഫിക്കലായി. വിവാഹമൊക്കെ മറന്നു. അന്ന് ഇറങ്ങി വരുന്നോന്ന് ചോദിക്കാൻ ഒരല്പ ധൈര്യക്കുറവുണ്ടായിപ്പോയി. ബെസ്റ്റ് സിറ്റുവേഷൻ. പഴയ കാമുകനെ നായിക കണ്ടു. റിയലി? വെങ്കിക്ക് അമ്പി അറിയില്ലേ? പിന്നെ തെരീമേ, തന്റെ അപ്പാവോടെ എഡിസി. എന്നെ പരിചയപ്പെടുത്തി, പക്ഷെ അയാളെ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. തന്റെ ഭാര്യയാവാൻ പോകുന്ന അഭിരാമിയുടെ ചേച്ചി ദേവി പഴയ കാമുകനെ ഇപ്പൊ കണ്ടു. ആരാ കാമുകൻ? പ്രീസ്റ്റ്. നമ്മുടെ വാദ്യാരോ? എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എന്തു പറഞ്ഞു? പട്ടരെ ചീപ്പാവല്ലേ. ഞാൻ ചെവി പൊത്തിപ്പിടിച്ച് അവരുടെ കണ്ണുകൾ നോക്കിയിരുന്നു. ഐ എം വെരി ഷുവർ അവരിന്നും പ്രേമിക്കുന്നു. ലവ്. പട്ടരെ ഒന്ന് കണ്ണാടി നോക്കൂ. ആരെങ്കിലും കാണുന്നുണ്ടോ? പാട്ടിയമ്മ. വണക്കം. மாப்பிள்ளையோட உனக்கு அங்க என்ன வேலை? இல்லை, இவ என் கூட பெங்களூர்ல சேர்ந்து வேலை பாக்குறவா. சும்மா பேசிட்டு இருந்து அப்படி. ஏய், ഒരു കുപ്പി സ്കോച്ച് എല്ലാരും കൂടെ വലിച്ചു കയറ്റിയിരിക്കുന്നത്. അതിന്റെ കൂറ് വേണം. അപ്പൊ തുടങ്ങാം. ആദ്യം പന്തുവരാളി രാഗത്തിലൊരു കീർത്തനം. എനിക്ക് വേണ്ടിയല്ല, നമ്മുടെ മാപ്പിളക്ക് വേണ്ടി. രാത്രി ரொம்ப വൈകി. ഇപ്പൊ വേണോ? അത് നീയാണോ തീരുമാനിക്കുന്നത്? ഒഴിച്ചു കൊള്ളാം എല്ലാവർക്കും. ഇതുവരെ ചടങ്ങ് അല്ലേ? ഇന്നാരും ഉറങ്ങണ്ട. ഇന്ന് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ്. ആദ്യം നമ്മുടെ തങ്കവേലു ആശാന്റെ ഒരു കീർത്തനം. അത് കഴിയുമ്പോഴാ ഈ മധുരാമ്പാളുടെ വക മധുരമായിട്ട് ഒരു ഭരതനാട്യം. അവസാനം ഈ എക്സ്പോർട്ടർ പരമേശ്വരന്റെ വക ഒരു പാരഡി. താനാരോ തന്നാരോ തക താനാരോ തന്നാരോ. സീതാലക്ഷ്മി, ആറാട്ടിന് തലേ ദിവസം കൃത്യം 12 മണിക്ക് ചെങ്കോട്ടുകോണം നൃത്തകലാലയം അവതരിപ്പിക്കുന്ന ബാലയുണ്ടായിരിക്കുന്നതാണ് എന്ന് കേട്ടിട്ടില്ലേ? ഇതും അതുപോലെ കണ്ടാ മതി. വരൂ വരൂ വരൂ. പരമേശ്വരൻ, അത് വേണ്ട. ലീവ് ദം അലോൺ. ഞാൻ ഡിസ്റ്റർബൻസിലൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നിർത്തിയത്. ഇവള് പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ ഭാര്യയല്ലേ. ഹലോ, ഇവിടെ വാടാ. നിന്റെ ഒരു കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാത്തിരിക്കായിരുന്നില്ല ഞങ്ങള്. ഇവിടെ മനസ്സിലായോ? ഇവനാണ് വെങ്കിടി വാദ്യാരാ. അതിനു മുമ്പ് ഇവൻ വലിയൊരു കാമുകനായിരുന്നു. ഒരുപാട് കാമുകിമാരുള്ള കാമുകൻ. അതിലൊരു കാമുകിയെ ഒരു എംബോക്ക് കെട്ടിക്കൊണ്ടുപോയി. ആരാണ് ആ കാമുകി എന്നറിയണ്ടേ? ദോ എന്റെ ഭാര്യ. പോയി.
ഈ പൈപ്പിലെ ചുടുവെള്ളം ഹൈ, ഇതിലും ചുടുവെള്ളം. ആ മധുരം. മധുരമല്ലേ സ്വാമി തമ്പി? ഒരു പൈപ്പ് 2 പൈപ്പായിട്ട് കാണുന്ന സ്വാമി എന്നെ മധുരമായിട്ട് കാണാതിരുന്നാലേ അത്ഭുതമുള്ളൂ. ഇത് ഒരു പൈപ്പാണ് സ്വാമി. എന്തല്ലെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു. കണ്ണാടി ഊരി ഇനിയിപ്പോ ഫ്ലാഷ് ബാക്ക് തുടങ്ങും. എന്റെ 4ാമത്തെ മകൾ ഒരു പ്ലംബറെ കൂടെയാ ഓടിപ്പോയത്. മെമ്പറാ? പഞ്ചായത്ത് മെമ്പറാ? അല്ലടെ പ്ലംബർ. ഈ പൈപ്പെല്ലാം നേരാക്കുന്നവൻ. ബോർവെൽ അടിക്കാൻ വന്നായിരുന്നു അവൻ. എന്റെ മകൾ എപ്പോഴും ജീവിതം ബോറടിക്കുന്നു എന്ന് പറയുമായിരുന്നു. അവൻ അവളുടെ ജീവിതത്തിൽ കയറി ബോർവെൽ അടിച്ചു. അപ്പൊ അവര് തമ്മിൽ ആഴത്തിലുള്ള പ്രണയമായിരുന്നല്ലേ? എന്നിട്ടെന്താ, ബോർവെൽ അടിച്ചടിച്ച് അവനെ അവസാനം അവളെ അടിച്ചോണ്ട് അങ്ങ് പോയി. ആ കുഴൽ കിണറിലേക്ക് എടുത്ത് ചാടിയ മകളുടെ പേരെന്താണാവോ? അഞ്ജു. 4ാമത്തെ മകളുടെ പേര് അഞ്ജു. 4 എന്നല്ലേ ഇടേണ്ടിയിരുന്നത് സ്വാമി? സ്വാമിയുടെ കണക്ക് തീരെ മോശം. യു ആർ ரொம்ப ബോറിംഗ് മാത്തമാറ്റിക്സ്. കണക്കല്ലേ, കണക്ക് സാറാ അവളെ പറ്റിച്ചത്. എല്ലാം വിശദമായിട്ട് പറയണം സ്വാമി. ഇന്ന് കേട്ടിട്ട് തന്നെ ബാക്കി കാര്യം. സ്വാമി ശരണം. എന്റെ 5ാമത്തെ മകൾ കുഞ്ചിയെ അവളുടെ കണക്ക് സാർ ഒരു കണക്കാക്കി അവളെ അരിച്ചു കുടിച്ചു കളഞ്ഞു. അവസാനം നാട്ടുകാരിടപെട്ടിട്ട അവൻ അവളെ കെട്ടിയങ്ങ് എടുത്തത്. എന്റെ കണക്ക് മൊത്തം മൈനസാ. നീ എന്റെ മകൾ മധുരെ ശരിക്കും നോക്കിക്കോണം. ഇനി ഒരബദ്ധം എനിക്ക് പറ്റരുത്. ഷീനിയുടെ കൂട്ടുകാർക്ക് ഇതൊന്നും ശീലം ഉണ്ടാവില്ലല്ലേ? അവർക്ക് ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ. ജനിച്ചതും വളർന്നതും ബാംഗ്ലൂരില്. മലയാളിയാണെന്നൊരു പേരും. பெங்களூர் தான், ஆனா கொஞ்சம் பார்த்து ட்ரெஸ் பண்ண சொல்லு. കങ്കവേലു, നാളെ അതിരാവിലെ ശങ്കരാഭരണത്തിലാവട്ടെ കീർത്തനം. മാപ്പിള എപ്പടി? നല്ല ഡീസന്റാ. അഭിരാമിക്ക് പറ്റിയ ആളാ. കൂടെ കുറെ പെമ്പിള്ളാര്. അത് ഫ്രണ്ട്സ് ആക്കും. ആഹാ, അപ്പടിയാ? മോളെ കിന്നരിക്കുന്നൊന്നും കാണുന്നില്ലേ? ഒന്നുമില്ല. ആ സോഡാ കുപ്പി എടുത്ത് കണ്ണു വെക്ക്. ശ്രീനിക്ക് അഭിരാമി ഒന്ന് കാണണം തോന്നില്ലേ? ഒരു നാളത്തെ കാര്യമല്ലേ ഉള്ളു സ്വാമി, ആരും കൊത്തിക്കൊണ്ടൊന്നും പോത്തില്ലല്ലോ. വേഗം വാരി കഴിക്കൊച്ചേ. ബി അഡ്വഞ്ചറസ് ശ്രീനി. ഒളിച്ചും പാത്തും ഒരു കാണൽ. അത് വേണോ? വേണം. ഓക്കെ, വിൽ ട്രൈ. ആരെയും കാണവേ നൈറ്റ് പാക്കലെന്ന് ചൊല്ലിയാച്ചേ. കാണുന്നില്ല. പോടുന്നു. അമ്പേ, சீதாலட்சுமி எல்லாரும் எங்க போயிருக்கா? பசி தாங்க முடியல. என்ன பண்றது? பசி எடுத்து எப்படி தூங்குறது? என்னாச்சு? ആ, ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ എത്ര നേരം കാത്തിരിക്കണെന്ന് അറിയോ?
വാസുണ്ണനാ ഷൺമോഹനാ ആ വേലു അണ്ണനാ നിന്റെ അച്ഛൻ എന്റെ അച്ഛനോ അതിന് അങ്ങക്ക് കണ്ണു കാണൂ ஐயோ மாப்பிள்ளையா மாப்பிளைக்கு இப்படி எல்லாம் பழக்கம் இருக்கா? ரொம்ப மோசம் போச்சு, ரொம்ப மோசம் போச்சு. ഇത് കുറച്ച് കടുപ്പ. വരന് വധുവിനെ കാണാൻ പറ്റാതെ പാര് മനഃപൂർവ്വം കാണിക്കാതെ വെക്കുന്നതാ. അതെന്തിനാ? കാണാതെ ഇരിക്കുമ്പോ എന്ത് തോന്നും? കാണണം തോന്നും. കിട്ടാതെ വരുമ്പോഴോ കിട്ടണം തോന്നും. ആ അതാ അതിന്റെ ഗുട്ടൻസ്. ഓ മനസ്സിലായി. മനസ്സിലാച്ചല്ല പുരിഞ്ചാച്ചി. ഓക്കേ പുരിഞ്ചാച്ചി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ പെണ്ണോട് അപ്പാവെ പാത്ത് പെണ്ണിനെ ശ്രീനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കണം. ഇൻട്രസ്റ്റിംഗ്. എന്തിനാ ഇങ്ങനൊരു ചടങ്ങ്? അതെ പയ്യന്റെ കൂട്ടുകാരന്മാരെ കണ്ടാൽ അറിയാം പയ്യന്റെ ഗുണദോഷങ്ങൾ. അപ്പൊ നമ്മള് നല്ല കുട്ടികളായിട്ട് വേണം. നീ കറക്റ്റാ ചൊല്ലിയാച്ച്. ഞാൻ പറയാൻ വന്നത് നീ പറഞ്ഞു. മനസ്സിലായോ? നമസ്തേ. ഞങ്ങൾ വരന്റെ സുഹൃത്തുക്കളാണ്. വരന് വേണ്ടി പെണ്ണ് ചോദിക്കാനാ വന്നത്. ചോദിച്ചോളൂ. ചടങ്ങുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. തുടങ്ങിക്കോളൂ. അങ്കിരസ്യ പൗരുകുത്സ ത്രാസദസ്യ ത്രയാശ്രയ പ്രവരാന്യുത ഷഡമർഷണ ഗോത്രോദ്ഭവസ്യ. അതായത് അങ്കിരസ്, പുരുകുൽസൻ തുടങ്ങിയവർ ജനിച്ച ഷഡമർഷണ ഗോത്രത്തിൽ പിറന്ന അസ്സലായി. വെങ്കടേശ ശർമ്മണ പുത്രായ വെങ്കിടേശ ശർമ്മയുടെ മകനും ശ്രീനിവാസ ശർമ്മണേ വരായ ശ്രീനിവാസ ശർമ്മ എന്ന വരനു വേണ്ടി അതൊപ്പിച്ചു. ഇനി വധുവിന്റെ കാര്യം. വെങ്കി. ഗോപാല ശർമ്മണ നപ്ത്രിമ ഗോപാല ശർമ്മയുടെ 4ാം തലമുറയിൽപ്പെട്ടവളും പരമേശ്വര ശർമ്മണ പൗത്രി പരമേശ്വര ശർമ്മയുടെ ചെറുമകളും രാമകൃഷ്ണ ശർമ്മണ പുത്രി രാമകൃഷ്ണ ശർമ്മയുടെ മകളും ബാധനാരായണ സൂത്ര യജുർ ശാഖാധ്യായി ബാധനാരായണ സൂത്രവും യജുർവേദിയുമായ ചിത്ര നാംനീം ഭവതീയാം കന്യാം. പേര് പറ. നിമിഷ. അഭിരാമി. സോറി, ചിത്ര എന്ന കന്യക. என்ன தப்பு? பேரு கேட்டா பேரு தான் சொல்லணும்.